നിന്റെ ആപ്പിൾ മരം പിടിച്ച് നിന്റെ അയ്യത്തോട്ട് കെട്ടിയേക്കണം. എൻ്റെ കൊച്ചൻ്റെ തലേ വീണ് തലയിരിക്കുന്ന കണ്ടോ, ഇതിന് നഷ്ടപരിഹാരം തരണം. ഇപ്പൊ തരാം. നിന്റെ മോനെ ആപ്പിളിന്റെ വീട്ടിൽ നിന്ന് എന്തോണ്ടാക്കുമായിരുന്നു? അവൻ ചിന്തിക്കുമായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി കക്കൂസില്ല, അതുകൊണ്ട് എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം. നിന്റെ മോന്റെ ചിന്ത കാരണം ഇപ്പൊ ചെരുപ്പിടാതെ അയ്യത്തിറങ്ങാൻ പറ്റുന്നില്ല. ആപ്പിളാകുമ്പോ തലയിൽ ചിലപ്പോ വീഴും, തലയും പൊട്ടും. എന്നാ നിന്റെ തലയും ഞങ്ങൾ പൊട്ടിക്കൂടാ. പൊട്ടിക്കാം, വാടാ. കുഞ്ഞിനെ അണ്ണാ സതീഷണ്ണ, എന്തോ അമ്മ കാണിച്ചത്? സതീഷണ്ണ കുറച്ച് കരിയില്ല. സംഭവം കേസായി. നീ 10 ദിവസത്തേക്കായി എഡിസന്റെ വീട്ടിലോട്ട് മാറുന്നില്ലേ? എഡിസന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അതെന്താ? പുള്ളി അവിടെ ബൾബ് കണ്ടുപിടിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. എന്തിന്? അല്ല, ഹോൾഡർ കണ്ടുപിടിച്ചില്ലല്ലോ, എന്നാലും ഇത് ഞെക്കി നോക്കിയിട്ട് വർക്ക് ചെയ്യുവാന്ന് അറിയാൻ പറ്റൂ. എന്നാ നീ മാർക്കോണിയുടെ വീട്ടിലോട്ട് പോകും. അവിടെ അമ്മ റേഡിയോ ഒക്കെ ഉണ്ടല്ലോ, കേട്ടോണ്ടിരിക്കാമല്ലോ. റേഡിയോ മാത്രമല്ലേ ഉള്ളൂ, പാട്ടോ ആകാശവാണിയോ എല്ലാം കണ്ടുപിടിച്ചോ? ഞാൻ ഐൻസ്റ്റീൻ്റെ വീട്ടിലോട്ട് പോകും. ജയിലിൽ കിടന്നാലും അവൻ്റെ വീട്ടിൽ ഞാൻ പോകത്തില്ല. അതെന്താ? ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൊണ്ട് MC അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ മറ്റേ സാധനം കണ്ടുപിടിക്കുന്നത്. അതായത് ഇവൻ കാന്താരി അച്ചാർ എടുത്ത് ഇങ്ങനെ കഴിച്ചിട്ട് E=MC², ഈ സാധനം കയറി അവൻ വലിയ ആളുമായി, നമ്മളെ ഒന്നും കണ്ടാൽ അറിയാതെയായി. പിന്നെ ഈ ഐൻസ്റ്റീൻ ഡ്രൈ അടിക്കുന്നത്, വെള്ളം ഒഴിക്കത്തില്ല, ജലത്തിന് സാന്ദ്രത കൂടുതലാണെന്ന് പറഞ്ഞു. ഇതൊരു ടൈം ട്രാവൽ വാച്ചാണ്. ഇതിൽ കയറി 2040 പോകും. കേസൊക്കെ ഒതുങ്ങിയിട്ട് വന്നാൽ മതി. അപ്പോൾ അങ്ങനെയാണ് 2046 എന്താ പേര്? ഞാൻ രാജ്, ബിമൽ രാജ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഈ നിയോ കൊച്ചിയിലൊരു നെപ്പോ കിട്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെപ്പോ കിട്ട്? അപ്പോൾ അച്ഛൻ? അച്ഛന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എങ്ങനെ നെപ്പോ കിട്ടായി? അല്ല, അച്ഛനും പണിയില്ല, എനിക്കും പണിയില്ല, അതല്ലേ നെപ്പോട്ടിസം. ഇവിടുത്തെ പരിപാടി ഈ ഫെബ്രുവരി 27 മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞ സിനിമ, ഞാനിവിടെ അഭിനയിച്ച സിനിമയാണ്, അതിൻ്റെ റിലീസ്, അതിൻ്റെ പ്രൊമോഷനൊക്കെ ആയിട്ട്. ഓഹോ, ഈ 2046 പുതിയ പ്രൊമോഷൻ പരിപാടി എന്തൊക്കെയാണ്? പ്രൊമോഷൻ നമ്മുടെ ടീം പറഞ്ഞു തന്നൊരു പുതിയ ഐഡിയ ആണ്. അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് കോമഡി റീൽ ചെയ്യിപ്പിക്കുക, എന്നിട്ട് അത് വൈറലാക്കുക. അയ്യോ, അതാരും ചെയ്ത് കണ്ടിട്ടില്ല. ഫ്രഷ് ആണോ? ഈ മസ്തിഷ്ക മരണം, ഇത് എന്ത് ടൈപ്പ് ഒരു പടമാണിത്? ഇതൊരു സൈഫൈ, കോമഡി, കോർട്ട് റൂം ഡ്രാമ, അങ്ങനെ എല്ലാ ചേരുവകളും ഉള്ള ഒരു കമേഴ്ഷ്യൽ പടം. അപ്പം മനസ്സിലാക്കാൻ നല്ല ബുദ്ധി വേണം. ചേട്ടനവരെ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് കൃഷ്ണൻതട്ട എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 27 ഈ പടം എന്തായാലും കാണണം. ഞാൻ മാത്രമല്ല, രജിഷ, ദിവ്യപ്രഭ, ജഗദീഷ് അങ്കിള്, സുരേഷ് കൃഷ്ണ, ആൻസലി, അങ്ങനെ ഒരുപാട് ഗ്രേറ്റ് ആക്ടേഴ്സ് ഞാൻ അപ്പം നമ്മളെല്ലാവരും ഉണ്ട്. അപ്പം എന്നെ അനുഗ്രഹിക്കണം, നമ്മളെല്ലാവരും അനുഗ്രഹിക്കണം. കാണുകയൊക്കെ ചെയ്യാം, പക്ഷെ എത്ര ഉയർത്തി പോയാലും ഭൂമിയിൽ തന്നെ വന്ന് നിൽക്കണം. ശ്രമിക്കാം. നല്ല ഭൂഗുരുത്വമുള്ള പയ്യനാണ്. എല്ലാവിധ ആശംസകളും ഉണ്ടാകും.